ഇറാനിൽ നിന്ന് ലെബനാനിലേക്ക് ആയുധങ്ങൾ ഒഴുകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നു. ഏത് തരത്തിൽ എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള വലിയ അന്വേഷണം ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും എവിടെ എത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അവനവർ പറയുന്ന കാര്യം, ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇറാനുമായിട്ട് ഇസ്രായേൽ അതിർത്തി പങ്കിടാത്ത രാജ്യമായതുകൊണ്ട് അവിടെ കടന്നു കയറിയുള്ള ഒരു അന്വേഷണം ഒരിക്കലും നടക്കില്ല. അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് അതും നടക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിരോധം എല്ലാ രാജ്യങ്ങളിലും ഇറാൻ നിർമ്മിക്കുന്നുണ്ട്, ഇറാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിലാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഉണ്ടായിരിക്കുന്ന സമ്പൂർണ്ണമായിരിക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും സൈനിക നഷ്ടങ്ങളും അടക്കമുള്ള വിവരങ്ങൾ ഇപ്പോഴും 10% പോലും ഇസ്രായേൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതേക്കുറിച്ചുള്ള ചില സൂചനകൾ ഇസ്രായേലിൽ നിന്ന് പുറത്തിറങ്ങുന്ന 20 ചാനലൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. നമ്മൾ പറയുന്നതും വായിക്കുന്നതുമല്ല യാഥാർത്ഥ്യം, ചില യാഥാർത്ഥ്യങ്ങളൊക്കെ പുറത്ത് പറയാത്തതുണ്ട് എന്നുള്ളൊരു പരാമർശം സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. ചരക്ക് കപ്പൽ മുഖാന്തരം ഇതിപ്പോൾ 2-3 വിഷയങ്ങളുണ്ട്. ഇറാനിൽ നിന്ന് നേരിട്ട് ലെബനാനിലേക്ക് എത്തണമെങ്കിൽ സിറിയ അടക്കം കടന്നു പോകണം. ഇറാൻ, ഇറാഖ്, സിറിയ, അങ്ങനെയാണ് ലെബനാനിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഇറാഖിൽ വലിയ നിരീക്ഷണം അമേരിക്ക നടത്തുന്നുണ്ട്, പക്ഷേ അവിടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് കടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സിറിയയിൽ വലിയ നിരീക്ഷണമുണ്ട്, അവിടെ നിന്നും കടക്കുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് ലെബനാനിൽ എത്തുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ചരക്ക് കപ്പൽ ഇപ്പോൾ ആകാശ വഴിയിലൂടെയും ഈ ഭൂമിയിലൂടെയും അതേപോലെ തന്നെ കടലിലൂടെയും 3 മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കപ്പൽ മുഖാന്തരമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള കടത്ത് വരുന്നത്. ഇതിനായിട്ട് ആയുധം കടത്തുന്ന കപ്പൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. പകരം ചരക്ക് കപ്പലുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കടന്നു പോകുന്ന കപ്പലുകളുണ്ട്, ചരക്ക് കപ്പൽ. ഇതിൻ്റെ അടിഭാഗത്ത് ബ്ലാക്ക് ആയിട്ടോ മറ്റോ തരത്തിൽ ആയുധങ്ങൾ കടത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെ ആയുധങ്ങൾ എന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. എന്നാൽ റോക്കറ്റ്, ഡ്രോണ്, പ്രൊപ്പല്ലർ പോലെയുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഇതിൻ്റെ സൈനിക ശേഷി പുനരാരംഭിച്ചിട്ടുണ്ട് ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പ് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. യാത്രാ കപ്പലിലും സമാനമായ രീതിയിലുള്ള ആയുധങ്ങൾ എത്തുന്നുണ്ട്. പിന്നെ ചരക്ക് വിമാനം, യാത്രാ വിമാനം രണ്ടിലും എത്തുന്നുണ്ട്. കടൽ മാർഗം സിറിയയിൽ നിന്ന് രഹസ്യ കടത്ത് ഗ്രാമീണർ വഴി എന്ന രീതിയിലും പറയുന്നുണ്ട്. അഥവാ ഭൂമി ആണ് ഉദ്ദേശിക്കുന്നത്, കരയും കടലും അല്ലാത്ത രീതിയിൽ ഭൂപ്രദേശത്തൂടെ തന്നെ രഹസ്യമായ രീതിയിൽ ഈ ഗ്രാമീണരെ വെച്ചുകൊണ്ട് ആയുധം കടത്തുന്നത്. അത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, ഈ ഒരു 2-3 രാജ്യം കടന്നെത്തണം, അതിൻ്റെയൊക്കെ മാർഗ്ഗരീതികൾ എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഏതായിരുന്നാലും കൂമ്പാരമുള്ള ആയുധങ്ങളുടെ ഒരു ശ്രേണി തന്നെ നിലവിലെ സാഹചര്യത്തിൽ ലെബനാൻ്റെ കൈവശത്തിലുണ്ട്. ഒരു തരത്തിലും ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് ഒരു സുരക്ഷ ഉണ്ടാകാത്ത വിധവും അങ്ങോട്ട് കടന്നു കയറാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രതിരോധം സൃഷ്ടിക്കണം. ഇതൊരു ലെബനാനെ മാത്രം രക്ഷപ്പെടുത്താനല്ല, അറേബ്യൻ രാജ്യങ്ങളെ മൊത്തം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കാര്യം പറയുന്നത് തീർച്ചയായിട്ടും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ട്. ലെബനാൻ വീണ് കഴിഞ്ഞാൽ പല അറബ് രാജ്യങ്ങളും വീഴും. അതിന് സാധ്യത വളരെ കൂടുതൽ. അതായത് ഇറാഖ് വീണ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് ബുഷ് അന്ന് പറഞ്ഞിട്ടുണ്ട്, പല രാജ്യങ്ങളും തങ്ങളുടെ ലക്ഷ്യമുണ്ട്. അതായത് അൽഖ്വയ്ദ ഭീകരവാദികൾ ഈ അമേരിക്കയിലെ പെൻറ്റഗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് വിമാനാക്രമണം നടത്തിയപ്പോൾ 10 തെമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റിൽ 2-3 രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി 7 അല്ലെങ്കിൽ 8 മുസ്ലിം രാജ്യമാണ്. അതിൽ അഫ്ഗാനിസ്ഥാനിൽ തുടങ്ങി ഇറാഖ്, സിറിയ, സുഡാൻ, അങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ റൂട്ട് മാപ്പ്. അതെന്നിട്ട് ഇറാൻ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യത്തിലും പരമാവധി വിഷയങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൊറിയയുടെ പേരൊക്കെ അതിലുണ്ട്, ക്യൂബയുടെ പേരുണ്ട്. ക്യൂബയിലും ഒരു ഭരണമാറ്റം ഏതോ തരത്തിലുണ്ടായിട്ടുണ്ട്. ഫിഡൽ കാസ്ട്രോയെ മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഭരണത്തിലേറി ചില മാറ്റങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതിൽ ശേഷിക്കുന്ന ഒറ്റ രാജ്യം ഇറാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇറാൻ മേലാണ് ഇപ്പോൾ തടഞ്ഞു നിൽക്കുന്നത്, ഇറാൻ മേലെ മുട്ടി നിൽക്കുന്നു, മുന്നേറാൻ സാധിക്കാത്ത വിധം. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയപരമായ കൃത്യമായ രീതിയിൽ ഇസ്രായേൽ പഠിച്ചിട്ടുണ്ട് ഇറാനെക്കുറിച്ച് എങ്കിൽ പോലും, അതായത് അവർ ഭൂമിയിൽ നിലനിൽക്കുന്ന എല്ലാ കാലത്തും തങ്ങൾക്ക് ശല്യം തന്നെയാണ്, പ്രശ്നം തന്നെയാണ് എന്ന കാര്യം ഇസ്രായേൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു രൂപം ഉണ്ടാക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു. അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തി മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. അത് അമേരിക്കയും പരാജയപ്പെട്ടു. അങ്ങനത്തെ ഒരു വിഷയം യഥാർത്ഥത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പം നമ്മൾ ഈ ഇസ്രായേൽ ഇപ്പോൾ കരുതുന്നത്, ഇസ്രായേലും അമേരിക്കയും തമ്മിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉടക്കി നിൽക്കുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിലാണ്. ഇറാനുമായിട്ട് പൂർണ്ണമായി അമേരിക്ക സഹകരിക്കുന്നു. എന്നാൽ ഇറാനുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറാകുന്നു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇസ്രായേലുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറാകുന്നില്ല.
അപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞത് അവർ അനുസരിക്കുമെന്ന തരത്തിലാണ്. അപ്പോൾ ലോകത്തിന് മുൻപിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വല്ലാതെ രീതിയിൽ നാണം കെട്ടിയിരിക്കുന്നു. അവിടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ക്ഷയിച്ചിരിക്കുന്നു എന്ന് ഏറെക്കുറെ അടയാളപ്പെടുത്തുന്ന രീതിയിലാണ് പിന്നീടുള്ള നമുക്ക് വായിക്കാൻ പറ്റുന്ന പല സംഭവങ്ങളും നടക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ ഒതുങ്ങിപ്പോയ ഒരു രീതിയിലാണ് ലോകത്ത് വലിയ പ്രൗഢിയോടുകൂടി ശക്തിയോടുകൂടി വലിയ മുന്നേറ്റം സൃഷ്ടിക്കപ്പെട്ട ഒരു രാജ്യം വളരെ പൊടുന്നനെ ഇറാൻ്റെ 2 ആക്രമണത്തോടു കൂടി തളർന്ന് ക്ഷീണിച്ച് അവശനായി മുട്ടിലിഴയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് നിസ്സാരമായിട്ട് കാണാനൊന്നും സാധിക്കില്ല. ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ആരുള്ളത്? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഇവിടെ ലെബനാനിലൂടെ അവർക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ സൃഷ്ടിക്കണമെങ്കിൽ ലെബനാൻ വീണ ബാക്കിയെല്ലാം എളുപ്പമാണ്. അതാണ് അവർ കണക്ക് കൂട്ടുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ പിന്നീട് ജോർദാൻ വരുന്നുണ്ട്, സിറിയ വരുന്നുണ്ട്, ഈജിപ്ത് വരുന്നുണ്ട്. ആ മേഖലയിൽ 3 രാജ്യങ്ങൾ, പിന്നെ സൗദി അറേബ്യ, ഇറാഖിൻ്റെ കുറഞ്ഞ ഭാഗങ്ങളും കൂടി അതിൽ ചേരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ അമേരിക്കയുമായിട്ട് നേർക്കുനേരെ മുട്ടുന്ന ഇസ്രായേലുമായിട്ട് നേർക്കുനേരെ മുട്ടുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇറാൻ അല്ലാത്തൊരു രാജ്യം എന്ന് പറയുന്നത് ലെബനാനാണ്. വേറെ രാജ്യവും ഇല്ല. യമൻ ഇവരുടെ ലിസ്റ്റിൽ പെട്ടതല്ല. ഗ്രേറ്റർ ഇസ്രായേലിൽ യമൻ്റെ പേരില്ലാത്തത് കൊണ്ട് അവിടെ ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ലെബനാൻ വീണ് കഴിഞ്ഞാൽ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള സിറിയയാണ്. സിറിയ നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണ സംവിധാനം അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെയൊക്കെ മുന്നേറണം, എങ്ങനെയൊക്കെ മാറി ചിന്തിക്കണം എന്നുള്ളത് കൃത്യമായി അവർക്ക് അറിയാവുന്നതാണ്. അതാണ് ഒന്ന്. പിന്നെ ജോർദാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അമേരിക്കയുമായിട്ട് ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ്, ഏറ്റവും വലിയ സൗഹൃദ പങ്കിടുന്ന കക്ഷിയാണ്. ഏകദേശം 12ഓളം അമേരിക്കയുടെ സൈനിക ബേസ് പ്രവർത്തിക്കുന്നുണ്ട് ഈ ജോർദാനിൽ. ഈജിപ്തിലേക്ക് പോയാലും ഏറെക്കുറെ അവിടെ സൈനിക ബേസ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും സൈനിക ടാങ്ക് സംവിധാനങ്ങളും കവചിത വാഹനങ്ങളും പ്രത്യേകപരമായിരിക്കുന്ന ഒരു ബ്ലോക്കാക്കിയിട്ട് ഈജിപ്തിനകത്തുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു നിയന്ത്രണ മേൽക്കോയ്മകൾ യഥാർത്ഥത്തിൽ ആർക്കുണ്ട്? അമേരിക്കക്കുണ്ട്. അമേരിക്കക്ക് നിയന്ത്രണ മേൽക്കോയ്മ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ കയറി ഇടപെടാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കും എന്ന് തന്നെയാണ്. നമ്മൾ ഇത്രത്തോളം ചരിത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇവിടെ ജോർദാൻ അവസാനിക്കുന്നില്ല, ഇവിടെ ലെബനാൻ അവസാനിക്കുന്നില്ല, ഹിസ്ബുള്ള ഗ്രൂപ്പിനെ പരാജയപ്പെടുത്തുന്നില്ല. കഴിഞ്ഞ ദിവസം 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ട വേറെ അവർ സ്ഥിരീകരിച്ചു. 3 ടാങ്ക് തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ 3 ടാങ്ക് എന്ന് പറയുന്ന സമയത്ത് തന്നെ കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ. ഒരു ടാങ്കിൻ്റെ അകത്ത് 2 പേരെങ്കിലും ഉണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ 6 പേരും കൊല്ലപ്പെടണം. അവർ 4 ആളുടെ ലിസ്റ്റ് മാത്രമേ ഈ വിശ്വാസയോഗ്യമായ രീതിയിൽ പുറത്തു വിട്ടിട്ടുള്ളൂ. അപ്പോൾ അതിശക്തമായിരിക്കുന്ന ആക്രമണം തന്നെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചിട്ട് ഇപ്പോൾ നടക്കുന്നത്. വടക്കൻ ലെബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് രൂക്ഷമായിരിക്കുന്ന യുദ്ധത്തിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോൾ ഇവിടെയൊക്കെ അവർ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്ന കാര്യം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കുക എന്നുള്ളത് അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം മാത്രമായിരുന്നു. ഒരിക്കൽ പോലും യാഥാർത്ഥ്യമാകാത്തതും ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കാത്ത വിധമായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ലോകത്തിന് അവർ പരിചയപ്പെടുത്തി കൊടുത്തത്. അവർ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയൊക്കെ. ഇന്ന് വളരെ എളുപ്പത്തിൽ ഇസ്രായേൽ ഏത് രാജ്യത്തിനും സഹായിക്കാൻ പറ്റുന്ന പാകത്തിൽ ഇറാൻ മാറ്റി പണിതിരിക്കുന്നു എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല, വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ആ തരത്തിലാണ് ഇപ്പോൾ എന്ത് ചെയ്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗസയിൽ നിന്ന് ഹമാസിൻ്റെ ആക്രമണം ഇസ്രായേലിന് വന്ന, അല്ലെങ്കിൽ അവിടുന്ന് ആളെ തട്ടിക്കൊണ്ടുപോയ ഒക്ടോബർ 2023 ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷം പിന്നീട് ഇസ്രായേൽ നല്ല കാലമല്ല. സർവ്വ മേഖലയിൽ നിന്നും ആക്രമണത്തെ പ്രതിരോധിച്ചു കൊണ്ടേയിരിക്കുന്നു, അല്ലെ ആക്രമണം അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ തരത്തിലാണ്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഇറാനുമായിട്ട് യുദ്ധം ഉണ്ടായിക്കാണെങ്കിൽ പെട്ടെന്ന് അവസാനിക്കും. കാരണം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് പറ്റില്ല. പിന്നെ വേഗം വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിക്കും. മാനുഷിക പരിഗണന എന്ന നിലക്ക് അത് ഇറാൻ അംഗീകരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് സംഭവം ഉണ്ടാകാറുള്ളത്. ലെബനാൻ അങ്ങനെയല്ല. ആ വിഷയത്തിലൊന്നും വല്ലാത്ത രീതിയിൽ ഇടപെടാൻ വേണ്ടി അമേരിക്ക സാധിക്കുന്നില്ല, സാധിച്ചിട്ട് കാര്യമില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എന്താവണം? ലെബനാൻ കീഴടങ്ങണം, അല്ലെങ്കിൽ ലെബനാൻ പരാജയപ്പെടണം. അവിടെ നിന്ന് തങ്ങൾക്ക് നേരെ ഈ പ്രതിരോധം ഉണ്ടാകുന്ന ഒരു സംവിധാനങ്ങൾ വരരുത് എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് നടക്കാതെ പോകുന്ന സമയത്താണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളും വിഷയങ്ങളും ഉണ്ടാകുന്നതെന്ന് ചുരുക്കം. അതിൻ്റെ ഒരു പരിണത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ പറയുന്ന കാര്യം തന്നെ ഇങ്ങനെയാണ്: വൻതോതിൽ ആയുധപ്പുരകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ലെബനാനിലുടനീളം. അത് എങ്ങനെയൊക്കെയാണ്, എവിടേക്കാണ്, ഏതൊക്കെ തരത്തിലാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇത് വരാൻ പോകുന്ന ദിനങ്ങളിൽ ഇസ്രായേലിനെതിരെ പ്രയോഗിക്കാനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഒരു പേടി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിനുണ്ട് എന്ന് ചുരുക്കം.